BSc നഴ്സിംഗ് നമ്മുടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് തന്നെ അവർക്ക് ഫിൻലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഫിൻലൻഡിലെ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരുന്നില്ല. പല യൂറോപ്യൻ കൺട്രീസിലും ഡിപ്പെൻഡൻസിനെ ഇപ്പോൾ അലൗഡ് അല്ല, എന്നാൽ ഫിൻലാൻഡിൽ ഡിപ്പെൻഡൻസിന് അലൗഡ് ആണ്. അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനും സാധിക്കും. നഴ്സസിൻ്റെ ഡ്രീമാണ് യൂറോപ്യൻ കൺട്രിയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുക എന്നുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രിയായ ഫിൻലൻഡിൽ രജിസ്റ്റേർഡ് നഴ്സായി നിങ്ങൾക്ക് വർക്ക് ചെയ്യണോ എങ്കിൽ ഇതാ ഒരു ബെസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. BSc നഴ്സിംഗ് നമ്മുടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് തന്നെ അവർക്ക് ഫിൻലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിനാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഫിൻലൻഡിലെ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരുന്നില്ല. സാധാരണ യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് പല കൺട്രീസും വെക്കാറുണ്ട്. എന്നാൽ ഫിൻലൻഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഈ ഒരു ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. IELTSൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നില്ല. പല നഴ്സസും ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ അവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫിൻലൻഡ് എന്ന് പറയുന്നത്. കോഴ്സ് നെയിം ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ടോപ്പ് അപ്പ് ഡിഗ്രി ആണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 ഇയേഴ്സ് ആണ്. BSc നഴ്സിംഗ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിൻലൻഡിലെ ക്യാപിറ്റൽ സിറ്റിയായ ഹെൽസിങ്കിയിലാണ് ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. ക്യാപിറ്റൽ സിറ്റിയിൽ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർട്ട് ടൈം ജോബ് കിട്ടാനും സാധ്യതയുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺസേൺ ആണ് സ്റ്റേ ബാക്ക് അല്ലേ. ഇന്ന് പല രാജ്യങ്ങളും സ്റ്റേ ബാക്ക് കുറയ്ക്കുമ്പോൾ ഫിൻലൻഡിൽ ഈ ഒരു 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം സ്റ്റേ ബാക്ക് തന്നെയുണ്ട്. ഇതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത് IELTS എക്സംഷൻ ആണല്ലോ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പല യൂറോപ്യൻ കൺട്രീസിലും ഡിപ്പെൻഡൻസിനെ ഇപ്പോൾ അലൗഡ് അല്ല, എന്നാൽ ഫിൻലാൻഡിൽ ഡിപ്പെൻഡൻസിന് അലൗഡ് ആണ്. അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനും സാധിക്കും. ക്യാപിറ്റൽ സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്പൗസിനും ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് തന്നെ കാഷ്വൽ ജോബ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. സ്പൗസ് വിസയ്ക്കോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പ്രൈമറി ആപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ 30 അവർ പെർ വീക്കാണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പല കൺട്രി ഇന്നും 20 അവേഴ്സ് ആണ് കൊടുക്കുന്നത്, എന്നാൽ ഫിൻലൻഡിൽ അത് 30 അവേഴ്സ് ആണ്. പ്രൈമറി ആപ്ലിക്കൻ്റെ വർക്കിംഗ് അവേഴ്സ് പാർട്ട് ടൈം ജോബിൽ 30 അവേഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ സെമസ്റ്റർ ബ്രേക്കിലും ഹോളിഡേയ്സിലും ഫുൾ ടൈം വർക്കിംഗ് പോസിബിൾ ആണ്. ഏത് ഏജ് കാറ്റഗറിയിലുള്ള നഴ്സസിന് വേണമെങ്കിലും ഫിൻലൻഡിലേക്ക് ഈ ഒരു കോഴ്സ് വഴി മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിൻലൻഡിലെ ഈ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കോഴ്സ് ടൈലർ മെയ്ഡ് ഇൻടേക്ക് ആണ്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വരുന്ന ഇൻടേക്ക് ജനുവരി ആണ്. ജനുവരി ഇൻടേക്കിലേക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിനുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് ബാക്കിയുള്ള വിസ പ്രോസസ്സിലേക്ക് കടക്കേണ്ടതാണ്. ചെറിയൊരു ഓൺലൈൻ വിസ ഇൻ്റർവ്യൂ ഇതിനകത്ത് ഉണ്ടാവും. അതുകൂടാതെ ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ബാച്ചലർ ഓഫ് നഴ്സിംഗ് ടോപ്പ് അപ്പ് ഡിഗ്രി. ട്യൂഷൻ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സിൻ്റെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് 23 lakhs ആണ് വരുന്നുള്ളൂ. ഈ 23 lakhsൽ ഏകദേശം 15 lakhs മാത്രം പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എമൗണ്ട് സെക്കൻഡ് ഇയർ പേ ചെയ്താൽ മതി. വേറൊരു കാര്യമുള്ളത്, പാർട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. സോ നിങ്ങളുടെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും പാർട്ട് ടൈം ജോബ് വീക്ക്ലി 30 അവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫിൻലൻഡിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഹെൽത്ത് കെയറിലും എഞ്ചിനീയറിംഗിലും ടെക്നോളജിയിലുമാണ്. സോ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ടോപ്പ് അപ്പ് ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ യൂറോപ്യൻ കൺട്രിയിലേക്ക് വിത്തൗട്ട് IELTS മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സസ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം. കൂടുതൽ ഡീറ്റെയിൽസിനായി ഡെസ്മ ഇന്റർനാഷണലെ കോൺടാക്ട് ചെയ്യും.